வந்து பாராயோ வாசலை நாடி வாராயோ தரிசனம் இன்று தாராயோ തോഹയിൽ ഏകം തീരായോ. നാഗവല്ലി, നിനക്ക് ഓർമ്മയുണ്ടോ? എന്താ? ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുമ്പോ നീ ബിക്കിനിയിലാ. ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി. ഞാനങ്ങ് വല്ലാണ്ടായി പോയി. രാമനാഥ, നമുക്ക് ഭൂമിയിൽ വെച്ച ഒന്നാവാൻ പറ്റിയില്ല. ഇവിടെ നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. എനിക്കൊരു പരാതിയുണ്ട്. എന്താ? നീയല്ലേ ഈയിടെ കുറച്ച് എന്നോട് റൊമാൻറ്റിക് കുറവാണ്ടാ. റൊമാൻറ്റിക് കൂട്ടാൻ ഞാൻ നാഗവല്ലി അല്ലേ, അല്ലാതെ വേണു നാഗവല്ലി അല്ലല്ലോ. ഫസ്റ്റ് കോമഡി. നീ വേണു നാഗവല്ലി അല്ലെങ്കിലും ഒരു വള്ളി കേസാണ് നീ. അല്ലെങ്കിൽ ഇമ്മാതിരി ഡ്രസ് ഇട്ട് നിൽക്കൂടി നീ ഇപ്പൊ ഇവിടെ? അയ്യോ, ഇതോ ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പദ്ധതി? 16,000 നർത്തകിമാരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ഡാൻസ് മെഗാ ഷോ. അത് ചെയ്തതിന്റെ പേരിൽ ഇപ്പൊ പലരും നീറി നടക്കാണ്. അവരെ നീറ്റല് കഴിഞ്ഞാ പോരെ നിന്റെ നീറ്റല്? എന്ത് നീറിയാലും കുഴപ്പമില്ല, എനിക്കൊന്ന് വൈറലാവണം. അല്ലെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 16,000 പേര് വെച്ചുള്ള നൃത്തം അത് ഇവിടെ എവിടെ ചെയ്യാനാണ്? ശവക്കോട്ട ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുമല്ലേ. സ്പോൺസേഴ്സ് റെഡിയാണ്. അവരൊരു കോസ്റ്റ്യൂമിന് 350 രൂപ വെച്ച് നമുക്ക് തരും. അത് നമുക്കൊരു 1,500 രൂപയ്ക്ക് നമുക്ക് അവർക്ക് കൊടുക്കാം. അതിന്റെ കാര്യമൊന്നുമില്ല. നമ്മളിവിടെ മരിച്ച ഒരുപാട് ആത്മാക്കളില്ലേ, അവരെ വെള്ള സാരി ഉടുപ്പിച്ചാ പോരടി. വെള്ള സാരി ഒന്നും കൊടുത്ത ഒരു കളർഫുൾ കിട്ടത്തില്ലെന്ന്. എല്ലാവരും ഇങ്ങനെ നിരന്ന് നിന്ന് ഒരു ബ്ലൂ കളർ ഡ്രസ്. എനിക്കും ബ്ലൂവാ ഇഷ്ടം. ആ ബ്ലൂ അല്ല, ഇത് ഡാർക്ക് ബ്ലൂ. എന്തായാലും കുഴപ്പമില്ല. ഈ പരിപാടി കഴിയുമ്പോ നീ നിന്റെ ചെവി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണേ. എന്ത് കാര്യത്തിന്? കേക്കോലോ, ഒരുപാട് കേക്കോ. എന്ത് കേട്ടാലും എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്കൊന്ന് ഫേമസ് ആവണം, ഒന്ന് വൈറലാവണം. പണ്ടില്ലേ ഞാൻ ആ തെക്കിനി പോയി നകുലനെ ഇങ്ങനെ വെട്ടി 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 കൊന്ന സമയത്ത് എന്റെ പേര് ഭയങ്കര ഫേമസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ആ പേര് ചെറുതായിട്ടൊന്ന് ഇടിഞ്ഞിട്ടുണ്ട്. അതെനിക്കൊന്ന് മാറ്റിയെടുക്കണം. നീ ഇപ്പൊ എന്താ പറഞ്ഞു? എന്തോന്ന്? അല്ല, ആരാണ്ട് വെട്ടി മുറിക്കിയ കാര്യം പറഞ്ഞില്ലേ? പണ്ട് ഞാൻ ആ ഗംഗയുടെ ശരീരത്തെ കയറിട്ട് ആ നകുലിനെ തെക്കിനിലിട്ട് വെട്ടി. എന്താ ദൈവമേ, ഇവളിപ്പോഴൊന്ന് വിശ്വസിച്ച് നടക്കുകയാണ്. നീ പൊട്ടിയാണെങ്കിൽ പൊട്ടിയിട്ട് അഭിനയിക്കുകയാണ്. ഈ ലോകത്തുള്ള സകല ആൾക്കാർക്കും അറിയാലോ കഥയൊക്കെ. എടി, നീ അന്ന് വെട്ടിയതേ നകുലനെ അല്ല, ഡമ്മിയാണ്. ഡമ്മി. പിന്നെ ഒന്ന് പോടുന്നു. ഞാൻ വെട്ടിയത് നകുലനെ തന്നെയാ. കാരണം എന്താണെന്നറിയാമോ? ആ പെടയ്ക്കുന്ന നകുലൻ എന്റെ കൺമുന്നിൽ കിടക്കുന്ന ഞാൻ കണ്ടതാ. പെടയ്ക്കുന്ന അയിലാന്നൊക്കെ കേട്ടിട്ടുണ്ട്, പെടയ്ക്കണ നകുലനാ ഞാൻ കണ്ടതാ. ഈ കണ്ടത് നകുലിനെ തന്നെയാണ്. പക്ഷെ നീ നകുലിനെ വെട്ടാൻ വേണ്ടി പോണ സമയത്തെ നിന്റെ കയ്യിൽ ഒരു വാള് തന്നു. ആ സമയത്ത് ഒരു തീപ്പന്തം വന്ന, നിന്റെ കണ്ണിലേക്ക് ഒരു ഭസ്മം വന്ന. അങ്ങനെ ആ കണ്ണി പൊടി വീണ സമയത്ത് സണ്ണി വന്നു ഒരു ചക്രം കറക്കി. ആ ചക്രം കറങ്ങിയപ്പോ നകുലൻ താഴും ഡമ്മി മേളിലും വന്നു. ആ ഡമ്മിയാണ് നീ വെട്ടി 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 മുറിക്കുക. ഞാൻ ഇങ്ങനെ ആഞ്ഞു വെട്ടുന്ന സമയത്ത് ഞാൻ കണ്ടതാ ചോര മാംസമൊക്കെ ഇങ്ങനെ തെറിക്കുന്നത്. എങ്ങനെ തെറിക്കാതിരിക്കും? 2.5 കിലോ ബീഫായിരുന്നു ആ പ്ലാസ്റ്റോ പാരിസ് ഡമ്മിയിലുണ്ടായിരുന്നു. അറിയാവാ, ഇങ്ങനെ വെട്ടിയപ്പോ ചോരയും ബീഫൊക്കെ വന്നോണ്ടിരിക്കും. നിനക്കൊരു കാര്യമോ? നിന്റെ ഈ കലാപരിപാടി കഴിഞ്ഞപ്പോ അവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിക്ക് നീ വെട്ടി നുറുക്കിയ ബീഫായിരുന്നു കാര്യമായിട്ട് കൊടുത്തറിയാവോ? ഞാൻ വിശ്വസിക്കത്തില്ല. രാമനാഥൻ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നു. അപ്പൊ നിനക്ക് വിശ്വാസമില്ല? നീ ആ തളികെടുത്തേ. തളികെടുക്ക്, ഞാൻ പറഞ്ഞുതരാം. കണ്ടോട്ടാ. ഓം കുക്കുടു കുടു 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 ബടായി വാസു സ്വാഹ. ഞാൻ വിശ്വസിക്കത്തില്ല. ഇത് എന്നെ പറ്റിച്ചതാ, അവരെല്ലാരും പറ്റിച്ചതാ. സണ്ണി, യു ചീറ്റ്. നിങ്ങളല്ല, സണ്ണി ചീറ്റ്, ഗംഗ ചീറ്റ്, ആ പേരറിയാൻ വയ്യാത്ത മന്ത്രവാദി ചീറ്റ്, അങ്ങാര് ചീറ്റ്, ആ നകുലൻ ചീറ്റ്. എന്നെ കൂടെ പറയിപ്പിക്കരുത് കേട്ടോ. എന്തൊരു പന്ന പരിപാടി അവര് കാണിച്ചത്. ഞാൻ അവർക്ക് കൊടുത്ത വാക്ക് പാലിച്ച് ദേഹത്തൊന്ന് പോവെന്ന് പറഞ്ഞു. ഞാൻ പോയി. മനുഷ്യരൊക്കെ എന്തൊരു ആൾക്കാരായത്. മനുഷ്യന്മാരെ വിശ്വസിക്കാൻ കൊള്ളൂലടി. ഗംഗ പോട്ടെ, മന്ത്രവാദിയും പോട്ടെ, നകുലനും പോട്ടെ, ആ സണ്ണി അവൻ വിവരവും വിദ്യാഭ്യാസം ഉള്ളവനല്ലേ. എന്റെ അടുത്ത് അവൻ ഇങ്ങനത്തെ പരിപാടി കാണിക്കാൻ പോലും. എനിക്കറിയത്തില്ലായിരുന്നു. എല്ലാവരോടും എന്നെ പറ്റിച്ചതാ. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആ ഡാൻസ് ക്ലാസ്സിൽ ചെന്നപ്പോ ഇവളുമാരൊക്കെ മാറി നിന്ന് പറയുവാ, ഡമ്മിയെ വെട്ടിയ ചമ്മിയ നാഗവല്ലി. എനിക്കറിയത്തില്ലായിരുന്നു. ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. അതെ, ഈ വള്ളം തുഴഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. എടി, നിനക്ക് ഈ നകുലന്റെ ഉറക്കത്തിന്റെ ആഴം അളക്കാൻ അറിയാം. ആരും കാണാതെ പോയിട്ട് ക്ലോക്ക് പൊട്ടിക്കാൻ അറിയാം. സാരി തുമ്പിന് തീ കൊടുക്കാൻ അറിയാം. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നിന്റെ മുമ്പിൽ കിടന്നത് ഡമ്മി എന്നറിയാൻ പറ്റില്ല നിനക്ക്? ഡമ്മി തിരിച്ചറിയാം. ഞാൻ എനിക്ക് പ്രതികാരം ചെയ്യണം.
നിനക്ക് അങ്ങനെ പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ആ ഗംഗയുടെ മേത്ത് ഒന്നുകൂടെ പോയി കേറ്. അവളിപ്പോ ഇവിടെ ഇല്ലെന്ന്, അവള് ദുബായി പോയെന്ന്. എനിക്കാണ് പാസ്പോർട്ടും ഇല്ല. വിടമാട്ടെ, ഞാൻ വിടമാട്ടെ, ഞാൻ ഒരുത്തരെയും വിടമാട്ടെ. നീ ഇപ്പോഴും ഈ മാട്ടയം പറഞ്ഞ് നടക്കാണ്. നീ എന്നാണ് നീ പ്രൊഫഷണൽ? മാട്ടയല്ലെന്ന്, എനിക്ക് പ്രതികാരം ചെയ്യണം. എടീ, നിനക്ക് അങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റൂല. നീ ഇപ്പോഴും തെക്കിനി കിടക്കല്ല. നിനക്ക് ഭൂമിയിൽ നിന്ന് മോക്ഷം കിട്ടിയപ്പോ പരലോകത്ത് കിടക്കാണ്. അതുകൊണ്ട് നിനക്ക് ശക്തിയില്ല. അപ്പൊ എനിക്ക് പ്രതികാരം ചെയ്യാൻ പറ്റത്തില്ല. പ്രതികാരം ചെയ്യാൻ പറ്റൂല. വേണ്ട, എനിക്കൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഇവിടെ പറന്നെത്തും. ഞാൻ അവനെ വിളിച്ചോളാം. ഏത് മന്ത്രച്ചാരടും പൊട്ടിച്ചെറിഞ്ഞ് ഏത് ശത്രുവിനെ സംഹരിക്കുന്ന ഒരുത്തൻ ഇവിടെ വരും. കാഞ്ചന! കണ്ടാ? കാഞ്ചന വരുന്നു. പട്ടി ഊരിയിടുന്ന കണ്ട? കാഞ്ചന വരുന്ന എന്തിനാണ് പട്ടി ഊരിയിടുന്നത്? പട്ടി ഊരിയിടുന്നതല്ല, പട്ടി ഓരിയിടുന്നത്.